നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ആളെ തന്നെ എന്തുകൊണ്ടാണ് ചിലപ്പോൾ വിട്ടുപോകാൻ പറ്റാത്തത്? ഒരാൾ നമ്മളെ കരയിക്കുന്നു, മനസ്സ് തകർക്കുന്നു, പലതവണ വേദനിപ്പിക്കുന്നു. എന്നിട്ടും അവർ തിരികെ വന്നാൽ നമ്മൾ വീണ്ടും സ്വീകരിക്കുന്നു, സംസാരിക്കുന്നു, വീണ്ടും ഒരു അവസരം കൊടുക്കുന്നു. പലരും ചോദിക്കും, ഇത്രയൊക്കെ ചെയ്തിട്ടും നീ എന്തിനാണ് അവരോടൊപ്പം നിൽക്കുന്നതെന്ന്. പക്ഷെ അതിൻ്റെ ഉത്തരം അത്ര എളുപ്പമല്ല. ഇതിനെയാണ് ട്രോമ ബോണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മളെ വേദനിപ്പിക്കുന്ന ആളോട് തന്നെ ഒരു തരത്തിലുള്ള മാനസിക ബന്ധം ഉണ്ടാക്കുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ഒരേ രീതിയിലാണ് പെരുമാറുന്നത്. ആദ്യം ഒരുപാട് സ്നേഹം കാണിക്കും, നമ്മളാണ് അവരുടെ ലോകമെന്ന് തോന്നലുണ്ടാക്കും. പിന്നെ പതിയെ മാറും, വേദനിപ്പിക്കും, കുറ്റപ്പെടുത്തും, നമ്മളെ കരയിക്കും. നമ്മൾ വിഷമിച്ചാൽ പോലും അവർക്ക് അതിൽ വലിയ കുറ്റബോധം ഉണ്ടാകണമെന്നില്ല. ചിലർക്കൊരു സോറി പോലും പറയാൻ തോന്നാറുമില്ല. പകരം തെറ്റ് ചെയ്തിട്ടും അത് നമ്മുടെ മേൽ ചുമത്താനുള്ള ഒരു വ്യഗ്രതയായിരിക്കും അവർ കാണിക്കുന്നത്. നീയല്ലേ എന്നെ അങ്ങനെയാക്കിയത്, നീ ഒന്നും മിണ്ടാതിരുന്നാൽ മതി. ഇത്ര ചെറിയ കാര്യത്തിന് വിഷമിക്കുന്നത് എന്തിനാണ്? ഇതൊക്കെയായിരിക്കും അവരുടെ ചോദ്യങ്ങൾ. അതിലും വിഷമം എന്താണെന്ന് അറിയാമോ? അവർക്ക് ഒരു ദിവസം വീണ്ടും പഴയതുപോലെ നമ്മളോട് സ്നേഹത്തിൽ പെരുമാറും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി അവർ മാറിയിട്ടുണ്ടാകുമെന്ന്. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്കകം അതേ വേദന വീണ്ടും അവർ ആവർത്തിക്കും. ഇങ്ങനെ ഒരുപാട് തവണ സംഭവിച്ചാൽ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഒരു നാൾ അവർ മാറുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ഒരു കാര്യം ഓർക്കണം, നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങൾ വേദനിപ്പിച്ചാൽ അല്ലെങ്കിൽ വിഷമിപ്പിച്ചാൽ ആ തെറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കും, ക്ഷമ ചോദിക്കും, മാറാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങളെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചിട്ടും ഒരു കുറ്റബോധവും ഇല്ലാതെ അതേ കാര്യം ആവർത്തിക്കുന്ന ഒരാളുടെ പെരുമാറ്റത്തെ സ്നേഹമെന്ന് വിളിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കണ്ണിൽ ഒരാൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹവും അവർ വിലമതിക്കണമെന്നില്ല. അതുകൊണ്ട് ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഭയവും വേദനയും മാത്രം അനുഭവപ്പെടുന്നത്, ഒരു നിമിഷം നിൽക്കൂ, സ്വയം ചോദിക്കും, ഇത് ശരിക്കും സ്നേഹമാണോ?